സഹോദരി പത്മജ വേണുഗോപാൽ ബിജെപിയിൽ അംഗത്വം എടുത്തതോടെ അവരെ നേരിടാൻ വെല്ലുവിളിയെന്ന നിലയിലാണ് കെ മുരളീധരൻ വടകരയിൽ നിന്നും തൃശൂരിലേക്ക് വണ്ടി കയറിയത്. ഇതോടെ അതുവരെ പണിയെടുത്ത പ്രതാപന് തിരിച്ചടി ആകുകയും ചെയ്തു. എങ്കിലും ക്ഷീണം മറച്ചുവെച്ചുകൊണ്ട് കെ മുരളീധരന് വലിയ സ്വീകരണമാണ് പ്രതാപൻ തൃശൂരിൽ നൽകിയത്. ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ മുരളീധരനെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്താണ് പ്രതാപൻ സ്വീകരിച്ചത്. മുരളീധരനെ വിജയിപ്പിക്കുന്നതുവരെ ഒപ്പമുണ്ടാകുമെന്നായിരുന്നു പ്രതാപൻ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത മറ്റൊന്നാണ്. KPCC യോഗത്തിൽ കെ മുരളീധരൻ പ്രതാപൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെ തുറന്നടിച്ചു എന്ന വിധത്തിലാണ് വാർത്തകൾ വന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കെടുകാര്യസ്ഥത ഉണ്ടായി എന്ന് മുരളീധരൻ ചൂണ്ടിക്കാട്ടി. മുൻ MP TN പ്രതാപനെയും DCC പ്രസിഡന്റ് ജോസ് വെള്ളൂരിനെയും പേരെടുത്ത് വിമർശിച്ചായിരുന്നു മുരളീധരൻ പ്രതികരിച്ചത്. ചില നേതാക്കൾക്ക് പണത്തോട് ആർത്തിയാണെന്നും തിരഞ്ഞെടുപ്പ് ചെലവ് ഇരട്ടിയായത് ഇതുകാരണമാണെന്നും അദ്ദേഹം വിമർശിച്ചു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പല കെടുകാര്യസ്ഥതയും ഉണ്ടായി. പ്രതാപന്റെയും ജോസ് വെള്ളൂരിന്റെയും ഭാഗത്തുനിന്ന് വീഴ്ചകൾ സംഭവിച്ചു. ഇതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഭാരിച്ച ചെലവുകളുണ്ടായെന്ന് മുരളീധരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചെലവുകളും കണക്കുകളും അതത് മണ്ഡലങ്ങളിലെ DCC പ്രസിഡന്റുമാർ അവതരിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് യോഗത്തിൽ നടന്നത്. ഇതിനിടെയായിരുന്നു കെ മുരളീധരന്റെ രൂക്ഷ വിമർശനം. അതേസമയം താൻ പറഞ്ഞതായി പുറത്തുവരുന്നത് തെറ്റായ കാര്യങ്ങളാണെന്ന് വാർത്ത പുറത്തുവന്നതോടെ മുരളീധരൻ പ്രതികരിച്ചു. തൃശൂരിൽ UDF 50,000 വോട്ടുകൾക്ക് വിജയിക്കുമെന്നും മുരളീധരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. താൻ പറയാത്ത കാര്യങ്ങളാണ് വാർത്തയായി വന്നതെന്നും മുരളീധരൻ പ്രതികരിച്ചു. നേരത്തെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ BJPക്ക് CPM വോട്ട് മറിച്ചെന്ന ആരോപണവുമായി മുരളി രംഗത്ത് വന്നിരുന്നു. പലയിടത്തും ക്രോസ് വോട്ടിംഗ് ഉണ്ടായെന്നും ഗുരുവായൂർ നാട്ടിക മണ്ഡലങ്ങളിൽ ഇത് പ്രകടമായെന്നും മുരളീധരൻ പറഞ്ഞിരുന്നു. BJP CPM ഡീൽ നടന്നിട്ടുണ്ട്. ഗുരുവായൂർ നാട്ടിക മണ്ഡലം കേന്ദ്രീകരിച്ചാണ് ഡീൽ നടന്നിട്ടുള്ളത്. തിരഞ്ഞെടുപ്പിന്റെ ബൂത്ത് തല അവലോകനം നടത്തിയിരുന്നു. ഈ 2 മണ്ഡലത്തിലാണ് ഇത് പ്രകടമായി കാണാനായത്. മറ്റ് മണ്ഡലങ്ങളിൽ CPM നേതാക്കളുടെ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല. ഇതിനെല്ലാം പുറമെ സാധാരണ തർക്കങ്ങളൊന്നും ഇല്ലാതെയാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് സമാപിച്ചതെന്നുമായിരുന്നു മുരളീധരൻ പറഞ്ഞത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്.